ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 5 കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 26. കാമക്രോധവിമുക്താനാം യദീനാം യദചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. വിവർത്തനം. കാമക്രോധങ്ങൾ ഒഴിഞ്ഞ് അച്ചടക്കത്തോടെ പരിപൂർണതയ്ക്കു വേണ്ടി അനവരതം യത്നിക്കുന്ന ആത്മസാക്ഷാത്കാരം നേടിയവർക്ക് അചിരേണ പരമപദപ്രാപ്തി സുനിശ്ചിതമാണ്. ഭാവാർത്ഥം: മുക്തിക്ക് വേണ്ടി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്ന പവിത്രാത്മാക്കളിൽ വെച്ച് ഉത്തമനാണ് കൃഷ്ണാവബോധം സിദ്ധിച്ചവൻ. ഭാഗവതം 4:22-39 ഇതിനെ അനുകൂലിക്കുന്നു. യത്പാദപങ്കജ പലാശവിലാസഭക്ത്യാ കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തി സന്തഃ തദ്വന്നരിക്തമതയോ യദയോഭിശുദ്ധ സ്രോതോ ഗണാസ്ഥ മരണം ഭജ വാസുദേവം. കാമ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ആഴത്തിൽ വേരൂന്നിയ ആഗ്രഹങ്ങളെ പിഴുതെടുത്ത ശേഷം ഭഗവത് പാദ സേവയിൽ മുഴുകി അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ. അവരെപ്പോലെ ഇന്ദ്രിയ സുഖങ്ങളുടെ അദമ്യമായ ത്വരയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മഹർഷീശ്വരന്മാർക്ക് പോലും സാധിക്കുന്നില്ല. കാമ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള ആഗ്രഹം ബദ്ധനായ ജീവാത്മാവിൽ ആഴത്തിൽ വേരൂന്നിക്കിടക്കുകയാണ്. ഏറെ പരിശ്രമിച്ചാലും മഹർഷിമാർക്ക് പോലും അത്തരം ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ട്. കൃഷ്ണാവബോധത്തോടെ നിരന്തരം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തനാകട്ടെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം നേടി പെട്ടെന്നു തന്നെ പരമപദപ്രാപ്തി ലഭിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തെപ്പറ്റി പൂർണ്ണജ്ഞാനമുള്ള അയാൾ എപ്പോഴും സമാധിയിലാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ദർശന ധ്യാന സംസ്പർശൈർ മത്സ്യകൂർമ വിഹംഗമാഹ സ്വാന്യപത്യാദി പുഷ്ണന്തി തദാഹമപി പത്മജ. ദർശനം, ധ്യാനം, സ്പർശം എന്നിവയെക്കൊണ്ട് മാത്രം മത്സ്യങ്ങളും ആമകളും പക്ഷികളും മക്കളെ പുലർത്തിപ്പോരുന്നു. ഹേ പത്മജ, ഞാനും അങ്ങനെ തന്നെ. നോട്ടം കൊണ്ട് മാത്രമാണത്രേ മത്സ്യം കുഞ്ഞുങ്ങളെ പോറ്റുന്നത്. ആമ ധ്യാനം കൊണ്ടും. ആമ കരയിലാണ് മുട്ടയിടുന്നത്. വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ മുട്ടകളിൽ മനസ്സൂന്നുകയും ചെയ്യുന്നു. അതുപോലെ കൃഷ്ണാവബോധമുള്ള ഭക്തനും ഭഗവത് ധാമത്തിൽ നിന്ന് വിദൂരസ്ഥനെങ്കിലും നിരന്തരമായ ധ്യാനം കൊണ്ടും കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ടും ആ ധാമത്തിലേക്ക് സ്വയം ഉയരാം. ഭൗതിക ക്ലേശങ്ങളുടെ ആഘാതം അയാൾക്ക് അനുഭവപ്പെടില്ല. സദാ പരമപുരുഷനിൽ മുഴുകിയിരിക്കുന്നത് മൂലം പ്രാപഞ്ചിക ക്ലേശങ്ങൾ തീണ്ടാത്ത ഈ അവസ്ഥയാണ് ബ്രഹ്മനിർവാണം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.